തനിക്കെതിരെയും തന്റെ പുതിയ ചിത്രത്തിനെതിരെയും ആസൂത്രിതമായി നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കും നെഗറ്റീവ് PR ക്യാമ്പയിനുകൾക്കുമെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച് നടൻ ജോജു ജോർജ്. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത വരവ് എന്ന ചിത്രത്തിന്റെ പ്രചരണാർത്ഥം നടത്തിയ ഇൻസ്റ്റഗ്രാം ലൈവിലൂടെയും തിയേറ്റർ സന്ദർശന വേളയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയുമാണ് അദ്ദേഹം സിനിമാ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച വെളിപ്പെടുത്തലുകൾ നടത്തിയത്. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടനും അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്ന് തനിക്കെതിരെ ശക്തമായ നെഗറ്റീവ് PR പ്രവർത്തനം നടത്തുന്നുണ്ടെന്നും ഇൻഡസ്ട്രിയിലെ പല പ്രമുഖ താരങ്ങളും സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും മറ്റുള്ളവരെ താഴെ ഇറക്കാനും പെയ്ഡ് PR ശൃംഖലകളെ ഉപയോഗിക്കാറുണ്ടെന്നും അദ്ദേഹം തുറന്നടിച്ചു. വരവ് സിനിമയുടെ ചിത്രീകരണ വേളയിൽ ജോജു 16 ഐഫോണുകൾ തല്ലി തകർത്തു എന്ന തരത്തിൽ പലരും നടത്തിയ ആരോപണങ്ങൾ തികച്ചും അസംബന്ധവും യുക്തിരഹിതവുമാണെന്ന് വ്യക്തമാക്കിയ നടൻ വെറും 10 മുതൽ 40 ദിവസം വരെ ഷൂട്ടിംഗ് മാത്രമുള്ള ഒരു സിനിമയിൽ 16 ഫോണുകൾ തല്ലി പൊളിക്കാനും അതിന്റെ ഡാറ്റ മാറ്റാനും ദിവസങ്ങൾ എടുക്കുമെന്നിരിക്കെ ഇത്തരം കഥകൾ പ്രചരിപ്പിക്കുന്നത് മാന്യതയല്ലെന്ന് ചൂണ്ടിക്കാട്ടി. കൂടാതെ താൻ 5 കോടി രൂപ ശമ്പളം വാങ്ങി എന്ന പ്രചരണത്തെ തള്ളിക്കളഞ്ഞ ജോജു തന്റെ യഥാർത്ഥ പ്രതിഫലം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അന്വേഷിച്ചാൽ അറിയാമെന്നും ഓൺലൈനിൽ പ്രചരിക്കുന്ന തുകയുടെ പകുതിയുടെ പകുതി തന്നാലും താൻ അഭിനയിക്കാൻ തയ്യാറാണെന്നും കൂട്ടിച്ചേർത്തു. 31 വർഷത്തെ സിനിമാ കരിയറിൽ 150ഓളം ചിത്രങ്ങളിൽ അഭിനയിക്കുകയും 11 ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്ത താൻ പ്രശ്നക്കാരനാണെങ്കിൽ മുതിർന്ന സംവിധായകനായ ജോഷി സർ അദ്ദേഹത്തിന്റെ 3ാമത്തെ ചിത്രത്തിലേക്ക് വീണ്ടും വിളിക്കുമോ എന്നും അദ്ദേഹം ചോദ്യമുയർത്തി. AK സാജൻ തിരക്കഥ എഴുതി നൈസി റെജി നിർമ്മിച്ച വരവ് എന്ന ക്രൈം ആക്ഷൻ ത്രില്ലറിലൂടെ ജോജുവിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന ആദ്യ കളക്ഷൻ നേടിയ ചിത്രം മുന്നേറുമ്പോഴാണ് ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. യാതൊരുവിധ PR തന്ത്രങ്ങളും ഇല്ലാതെ കാണികൾ നൽകുന്ന പിന്തുണ മാത്രം കരുത്താക്കി മുന്നോട്ടു പോകുന്ന തനിക്ക് സ്വസ്ഥമായി സിനിമ ചെയ്യാൻ സാഹചര്യം ഒരുക്കണമെന്നും സത്യാവസ്ഥ അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിനു ശേഷം മാത്രം ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കണമെന്നും മാധ്യമങ്ങളോടും സോഷ്യൽ മീഡിയ പേജുകളോടും അദ്ദേഹം വൈകാരികമായി അഭ്യർത്ഥിച്ചു. മാത്രമല്ല ജോജു ആരുടെയും പേര് വെളിപ്പെടുത്തിയിരുന്നില്ലെങ്കിലും ഈ വിഷയത്തിൽ പ്രമുഖ വ്ലോഗറും നടൻ മിഥു രമേശിന്റെ ഭാര്യയുമായ ലക്ഷ്മി മേനോൻ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറി സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾക്ക് തീ കൊളുത്തിയിരിക്കുകയാണ്. ഇത് ആ പെൺകോന്തനായ ഭർത്താവിന്റെയും അവളുടെയും സ്ഥിരം കലാപരിപാടിയല്ലേ, നമ്മൾ അതിലും മുകളിലാണ് ചേട്ടാ എന്നായിരുന്നു ജോജുവിന് പിന്തുണ പ്രഖ്യാപിച്ച് ലക്ഷ്മി മേനോൻ കുറിച്ചത്. ലക്ഷ്മിയുടെ ഈ പ്രതികരണത്തോടെ ജോജുവും ലക്ഷ്മിയും ചൂണ്ടിക്കാണിച്ച ആ താരദമ്പതികൾ ആരാണെന്ന് കണ്ടെത്താനുള്ള തിരച്ചിലിലാണ് സോഷ്യൽ മീഡിയ.